ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു FTA വ്ലോഗിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് ഇട്ടതിന് ശേഷം ഏകദേശം ഒരാഴ്ചയോടെ ആയി. അതിനിടയിൽ ഞാൻ കുറച്ച് ഏകജാലകവുമായി ബന്ധപ്പെട്ടുള്ള 3 എപ്പിസോഡ് ഇട്ടിട്ടുണ്ട്. +1 കുട്ടികൾ, നിങ്ങളുടെ ജൂനിയേഴ്സ് വരാൻ പോകാണല്ലോ അല്ലേ? നിങ്ങൾക്ക് ജൂനിയേഴ്സിനൊക്കെ കാണാത്തതുകൊണ്ടൊരു വിഷമം ഉണ്ടാവും പല കുട്ടികൾക്കും, എനിക്കറിയാം. അപ്പോൾ സാധാരണ +2 ആയിക്കഴിഞ്ഞാൽ +2 കുട്ടികളുടെ ആഗ്രഹമായിരിക്കും +1 കുട്ടി വരുമ്പോൾ അവർക്ക് സ്വീകരിക്കുക അല്ലേ, അവർ ചെറുതായിട്ടൊന്ന് റാഗ് ചെയ്യുക. എനിക്കറിയാം, അതൊക്കെ ആയിരിക്കും ആഗ്രഹിച്ചിരുന്ന ആൾക്കാർ. ഇപ്രാവശ്യം കൊറോണ എല്ലാം കൊണ്ടുപോയി അല്ലേ? ഓക്കെ, അപ്പോൾ ഏതായാലും +1 കുട്ടികൾക്ക് പ്രവേശന സമയത്ത് എന്തൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും SSLC കഴിഞ്ഞവർക്ക്. അതുമായി ബന്ധപ്പെട്ട് വീഡിയോ ഇടണമെന്ന് തോന്നി മനസ്സിൽ. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ 3 വീഡിയോ ഇട്ടത്, ഏകജാലക പ്രവേശനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അത് നിങ്ങളും കാണുക, കാരണം നിങ്ങളുടെ ജൂനിയേഴ്സിന് അത് പറഞ്ഞു കൊടുക്കാമല്ലോ. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഞാൻ വീണ്ടും എൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യുകയാണ്. സൊല്യൂഷൻ്റെ 5ാമത്തെ എപ്പിസോഡാണ് ഇന്ന് ഞാൻ ഇവിടെ ഇടാൻ പോകുന്നത്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് വിഷയം. അപ്പോൾ നമ്മൾ സാധാരണ എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലെ എന്ത് വേണം, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ മാജിക് കാണിച്ചില്ല. ഈ എപ്പിസോഡിൽ നമ്മുടെ ആരുണ്ട്? അമ്പിച്ചുണ്ട്. അമ്പിച്ചു എന്ന് പറയണം, അമ്പിച്ചു എന്നല്ലേ? അപ്പോൾ അമ്പിച്ചുണ്ട്. അപ്പോൾ അമ്പിച്ചുവിൻ്റെ ഒരു കിഡ് മാജിക് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ മാജിക് കാണുക. മാജിക് കണ്ടതിന് ശേഷം നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും FTA വ്ലോഗ് ഇഷ്ടപ്പെടുന്നു എന്നറിയാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. അമ്പിച്ചു, മാജിക് ഇല്ലേ? എന്താണ് മാജിക്? അമ്പിച്ചു മാജിക് പറയില്ല, മാജിക് വെറൈറ്റി ആണ്. അപ്പോൾ മാജിക്കിലേക്ക് പോകാം, തുടർന്ന് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ബൈ ബൈ. കഴിഞ്ഞ എപ്പിസോഡിൽ ഐഡിയൽ സൊല്യൂഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻ, അതിൻ്റെ പോസിറ്റീവ് ഡീവിയേഷൻ, നെഗറ്റീവ് ഡീവിയേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുപോലെ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ കണ്ടെയ്നിങ് നോൺ വോളട്ടൈൽ സൊല്യൂട്ട് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ന് പുതിയൊരു ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ആ ക്ലാസ്സിൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ് ശരിക്കും ശ്രദ്ധിക്കുക. ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക. ഈ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട്സായിട്ട് നിങ്ങൾക്ക് ലഭ്യമാകും. പുതിയൊരു വെബ്സൈറ്റ് ഉണ്ട്, www.ftachemmagic.com എന്നാണ് ആ വെബ്സൈറ്റിൻ്റെ പേര്. കൃത്യമായിട്ട് അതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ കണ്ടൻറ്റിൻ്റെയും ഓരോ സബ് ടോപ്പിക് വൈസായിട്ട്, ഓരോ ചാപ്റ്ററിൻ്റെയും സബ് ടോപ്പിക് വൈസായിട്ട് ഈ വീഡിയോ ലഭ്യമാണ്. അതുപോലെ നോട്ട്സ് ലഭ്യമാണ്. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ലഭ്യമാണ്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ലഭ്യമാണ്. എൻട്രൻസ് ക്വസ്റ്റ്യനും ലഭ്യമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ കണ്ടെയ്നിങ് നോൺ വോളട്ടൈൽ സൊല്യൂട്ട് ഈസ് ലെസ് ദാൻ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെൻറ്റ്. ഒരു സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ ആ സൊല്യൂഷൻ്റെ മുകളിൽ, അതിൻ്റെ സർഫസിൽ നോൺ വോളട്ടൈൽ സൊല്യൂട്ട് ഉണ്ടാകുമ്പോൾ സോൾവെൻറ്റ് മോളിക്യൂളിന് ലെസ്സർ സർഫസ് ഏരിയ മാത്രമേ കിട്ടുകയുള്ളൂ വേപ്പർ സ്റ്റേറ്റിലേക്ക് എസ്കേപ്പ് ചെയ്യാൻ. തൽഫലമായി വേപ്പർ ഫേസിലുള്ള സോൾവെൻറ്റ് മോളിക്യൂളിൻ്റെ എണ്ണം കുറയുന്നു, സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ കുറയുന്നു. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. വേപ്പർ പ്രഷർ ഓഫ് എ സൊല്യൂഷൻ ഈസ് ലെസ് ദാൻ എ വേപ്പർ പ്രഷർ ഓഫ് എ സോൾവെൻറ്റ് എലോൺ. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ കുറയുന്ന കേസുകൾ പഠിച്ചപ്പോൾ 4 വ്യത്യസ്ത പ്രോപ്പർട്ടികൾ ലഭ്യമായി. ഒന്ന്, റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ. 2, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. 3, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. 4, ഓസ്മോട്ടിക് പ്രഷർ. സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ കുറയുന്നതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയപ്പോൾ 4 വ്യത്യസ്ത പ്രോപ്പർട്ടികൾ ലഭ്യമായി. ആ 4 വ്യത്യസ്ത പ്രോപ്പർട്ടികളാണ് ഇവിടെ കാണുന്നത്. ഒന്നാമത്തേതാണ്
റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ, രണ്ടാമത്തതാണ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, മൂന്നാമത്തതാണ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, നാലാമത്തതാണ് ഓസ്മോട്ടിക് പ്രഷർ. എന്താണ് ഈ 4 പ്രോപ്പർട്ടികളുടെയും പ്രത്യേകത? അത് അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായത്, ദീസ് പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ ആൻഡ് നോട്ട് അപ്പോൺ ദർ നേച്ചർ. ഈ 4 പ്രോപ്പർട്ടിയും സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ എണ്ണത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതിൻ്റെ നേച്ചറിനെ തീരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത്തരം പ്രോപ്പർട്ടിക്ക് ഒരു പേര് നൽകി, ആ പേരാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. അപ്പോൾ എന്താണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ എപ്പിസോഡിൽ. അപ്പോൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന് 4 എക്സാമ്പിളാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്താണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ ഡെഫിനിഷൻ? These are properties which depends only on number of solute particles, not upon their nature. What is colligative property? Colligative properties are properties of dilute solution. അങ്ങനെ കൂടി പറയണം. Colligative properties are properties of dilute solution which depends upon number of solute particle, not on their nature. അപ്പോൾ അങ്ങനെയുള്ള 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. നമുക്ക് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തതാണ് റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ. എന്താണ് റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ എന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഈ വേർഡ് റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ അത് നമുക്കൊന്ന് നോക്കാം, എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത്. ആദ്യം നമുക്ക് റിലേറ്റീവ് ഒഴിവാക്കിയിട്ട് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ എന്ന് എന്താണെന്ന് നോക്കാം. എന്താണ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ എന്ന് നിങ്ങൾക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നിന്ന് മനസ്സിലായി. കുറയുക, വേപ്പർ പ്രഷർ കുറയുന്നു. എന്തെന്താകുമ്പോൾ ഒരു സോൾവെൻറ്റിനകത്തേക്ക് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്ത് സൊല്യൂഷൻ ആക്കുമ്പോൾ ആ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ ആ സോൾവെൻ്റ് എലോൺ ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വേപ്പർ പ്രഷറിനേക്കാൾ കുറവാണ് അല്ലേ? അപ്പോൾ സോൾവെൻ്റ് എലോൺ ആയിരിക്കുമ്പോഴുള്ള വേപ്പർ പ്രഷറിനെ നമ്മൾ എന്താണ് കൊടുക്കുന്ന ഇൻഡിക്കേഷൻ സിമ്പൽ? പറയൂ, P01. 1 സോൾവെൻറ്റും 2 സൊല്യൂട്ടുമാണ്. 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പ്യൂറായ കാര്യത്തെ സൂചിപ്പിക്കാനാണ് മുകളിൽ 0 എന്ന് കൊടുക്കുന്നത്. അല്ലെങ്കിൽ P01 P01 എന്നൊക്കെ ടീച്ചേഴ്സ് പല രീതിയിൽ പ്രൊനൗൺസ് ചെയ്യും. അതൊക്കെ എല്ലാം ഒരുപോലെ തന്നെയാണ് ബേസിക്കലി. ഓക്കെ, അപ്പോൾ P01 സോൾവെൻ്റ് എലോൺ ആണെങ്കിൽ അതിനകത്തേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ സൊല്യൂഷൻ ആക്കുന്നത്. നോൺ വോളറ്റൈലായ സൊല്യൂട്ടാണത്. അപ്പോൾ അത് സൊല്യൂഷനായി മാറി. ആ സൊല്യൂഷൻ്റെ പ്രഷർ നമുക്ക് P എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് കുറവ് എന്ന് പറയുന്നത്? P01 മൈനസ് P. P01 മൈനസ് P. P0 എന്ന് പറഞ്ഞാൽ പ്യുവർ വേപ്പർ പ്രഷർ, അവിടെ സോൾവെൻറ്റ് മാത്രമേ ഉള്ളൂ. മൈനസ് P എന്ന് കൊടുക്കാനുള്ള കാരണം, ആ P എന്ന് കൊടുക്കാനുള്ള കാരണം അവിടെ സോൾവെൻറ്റും ഉണ്ട് സൊല്യൂട്ടും ഉണ്ട്, രണ്ടും കൂടി കൂട്ടിയിട്ടാണല്ലോ P ടോട്ടൽ എന്ന് പറഞ്ഞാൽ P1 + P2 എന്ന് നമ്മൾ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാം ഓർക്കണം കേട്ടോ, എടുക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ചാലേ ഇതിങ്ങനെ ഫോളോ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ P01 മൈനസ് P എന്നായി. അതാണ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ. നിങ്ങൾക്ക് 100ൽ മാർക്ക് കിട്ടി 80 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ മാർക്കുള്ള കുറവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 100 മൈനസ് 80. അതിനിവിടെ കുറവ് എന്ന് പറഞ്ഞാൽ P01 മൈനസ് P. റെഡി? ഇനി നമ്മളത് എന്ത് ചെയ്യണം? ആകെ മാർക്കുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ മാർക്കിനെ റിലേറ്റ് ചെയ്യണ്ടേ അല്ലേ? 100ൽ നിങ്ങൾക്ക് 80 മാർക്ക് കിട്ടി, 20 മാർക്ക് കുറഞ്ഞു. എത്രയിലാണ് 20 മാർക്ക് കുറഞ്ഞത്? 100ലാണ് കുറഞ്ഞതെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഡിവൈഡ് ബൈ 100 കൂടി എടുക്കണം. എന്ന് പറയുന്ന പോലെ ഈ കുറവ് ഏതുമായിട്ട് റിലേറ്റ് ചെയ്യണം? പ്യുവർ വേപ്പർ പ്രഷറുമായിട്ട് റിലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അടിയിൽ P01 കൊടുക്കും. അപ്പോൾ എങ്ങനെയുണ്ടാവും ഇക്വേഷൻ? P01 മൈനസ് P ബൈ P01. ക്ലിയർ? ഇതിനെയാണ് റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ എന്ന് വിളിക്കുന്നത്. റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ എന്ന് വിളിക്കുന്നത് P01 മൈനസ് P ബൈ P01നെയാണ്. ആ ടേം മനസ്സിലായില്ല? ആ ടേമാണ് ഞാൻ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, നമുക്ക് ആ ടേമിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? ഈ P0 മൈനസ് P ഡിവൈഡ് ബൈ P01 എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് ഇനി പറയാൻ പോകുന്നത്. അത് എങ്ങനെയാണ് വരുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, എങ്ങനെ ഡിറൈവ് ചെയ്ത് നമ്മൾ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് റൗട്ട്സ് ലോ പ്രകാരം എന്തറിയാം? പാർഷ്യൽ പ്രഷർ ഓഫ് ഈച്ച് കമ്പണന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ. മുമ്പ് പഠിച്ചതല്ലേ? പാർഷ്യൽ പ്രഷർ ഓഫ് volatile components in a solution is directly proportional to its mole fraction. നമ്മളിവിടെ P
ടോട്ടൽ, ഒരു സോൾവെന്റ് സൊല്യൂട്ട് എടുക്കുകയാണെങ്കിൽ പി ടോട്ടൽ എന്ന് പറഞ്ഞാൽ P1 + P2 ആണ്, സംശയമില്ല. നമ്മുടെ P2 ഭാഗം എന്താണ്? 0 ആണ്. കാരണം എന്താ? അത് നോൺ വോളറ്റൈലായ സൊല്യൂട്ടാണ്, അത് ബാഷ്പീകരിക്കില്ല. ബാഷ്പീകരിക്കുന്നവർക്ക് മാത്രമല്ലേ മുകളിൽ വാപ്പർ പ്രഷർ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ P2 എന്ന് പറയുന്നത് 0 ആയിരിക്കും, കാരണം അവിടെ എന്തില്ല? വാപ്പർ പ്രഷർ ഇല്ല. അത് നോൺ വോളറ്റൈലാണ്, ബാഷ്പീകരണശീലത ഇല്ല. അപ്പോൾ നമുക്ക് P ടോട്ടൽ അല്ലെങ്കിൽ P എന്ന് പറഞ്ഞാൽ മതി, P = P1 + P2ൽ P2 0 ആക്കിയാൽ P = P1 എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ P = P1 അത് കിട്ടി, സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. അത് ഈ സൊല്യൂഷന്റെ വാപ്പർ പ്രഷർ എന്ന് പറയുന്നത് സോൾവെന്റ് വാപ്പർ പ്രഷർ മാത്രമാണ്, കാരണം സൊല്യൂട്ട് നോൺ വോളറ്റൈലാണ്. അപ്പോൾ P = P1. റെഡി? യെസ്. ഇനി നമുക്ക് P1 എന്ന് പറഞ്ഞാൽ എന്താ അറിയാം? നോട്ട്സിൽ പഠിച്ചിട്ടുണ്ട്. P1 = P01 x1. ശരിയല്ലേ? ഇതെവിടെയുണ്ട്? P1 = P01 x1. ക്ലിയർ? മുന്നോട്ട് പോട്ടെ. യെസ്. ഇനി നമുക്കറിയാം x1ഉം x2ഉം ആഡ് ചെയ്താൽ 1 ആയിരിക്കും. സം ഓഫ് മോൾ ഫ്രാക്ഷൻ ഓഫ് ഓൾ ദ കമ്പോണൻസ് ഇൻ എ സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു 1. യെസ്. അപ്പോൾ x1 + x2 = 1. ഓക്കെ. ഇനി നമുക്ക് ഈ x1 എന്ന് പറയുന്ന മുകളിൽ കാണുന്ന ഇക്വേഷനിൽ x1 അങ്ങ് മാറ്റിയിട്ട് x2ന്റെ ടേമിലാക്കണം. അപ്പോൾ x1 = എന്ത് വരും? x1 + x2 = 1 ആണെങ്കിൽ x1 = 1 - x2. ക്ലിയർ? ആ 1 - x2 എന്നുള്ളത് തൊട്ട് മുകളിൽ കാണുന്ന ഇക്വേഷനിൽ കൊടുക്കുക. എന്താ ഇക്വേഷൻ? P = P1 ആണ് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. ആ P1 = P01 x1 ആണ് മുകളിലുള്ളത്, അല്ലേ? P1 = P01 x1ൽ ഇത് കൊടുക്കൂ. അപ്പോൾ P1 = P01 × 1 - x2. ശരിയല്ലേ? ശരിയല്ലേ? യെസ്. ഈ ഒരു സ്ലൈഡ് ശ്രദ്ധിക്കൂ. എന്താണ് സ്ലൈഡിലുള്ളത്? നോക്കൂ. ആദ്യം നമ്മൾ P = P1 + P2 എന്നതിൽ P2നെ 0 ആക്കിയിട്ട് P = P1 എഴുതി. P1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P01 x1 ആണ്. നമ്മൾ പറഞ്ഞു x1 + x2 = 1 ആണെന്ന്. അതിൽ നിന്ന് നമുക്ക് x1 കിട്ടി. x1 = 1 - x2. ആ 1 - x2 ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ P1 = P01 × 1 - x2 എന്ന് വരും. ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ P1 = P01 - P01 x2 എന്ന് കിട്ടി. ഇനി ആ P01 x2 എന്നുള്ള -P01 x2 എന്നുള്ളത് സമചിഹ്നത്തിന്റെ ഇപ്പുറത്തേക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരിക. ഓക്കെ. അതപ്പോൾ എന്തായി? +P01 x2 എന്നായി. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇനി എന്താ ബാക്കിയുള്ളത്? റൈറ്റ് ഹാൻഡ് സൈഡ് എന്താ ബാക്കിയുള്ളത്? P01 എന്ന് മാത്രമല്ലേ ബാക്കിയുള്ളൂ. എന്താണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ ബാക്കിയുള്ളത്? നോക്കൂ. നമ്മൾ എന്ത് ചെയ്തു? P1 = P01 - P01 x2ൽ നമ്മൾ എന്ത് ചെയ്തു? P01 x2നെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? P01 x2 + P1 = P01 എന്ന് കിട്ടി. ഓക്കെ. ഇനി ഈ P1നെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ എന്ത് വരും? P01 x2 = P01 - P എന്ന് കിട്ടി. എന്ത് കിട്ടി? P01 x2 = P01 - P1 എന്ന് കിട്ടി. ഇനി നമ്മൾ ആ P01നെ താഴോട്ട് കൊണ്ടുപോവുക. അപ്പോൾ എന്ത് കിട്ടും? എന്താ കിട്ടി നോക്കിയേ? P01 - P1 താഴോട്ട് വന്ന P01 / P01 = x2. എന്താണ് P01 - P1 / P01? ആദ്യത്തെ പറഞ്ഞു, തുടക്കത്തിൽ ഞാൻ പറഞ്ഞു P01 - P / P01 എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ലോവറിംഗ് ഇൻ വാപ്പർ പ്രഷർ ആണെന്ന് പറഞ്ഞു. അവിടെ ഞാൻ പറയുമ്പോൾ P01 - P എന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ P = P1 ആണെന്ന് പ്രൂവ് ചെയ്തുകൊണ്ടാണ് ഇവിടെ P01 - P1 / P01 എന്ന് കിട്ടിയത്. അതാണ് റിലേറ്റീവ് ലോവറിംഗ് ഇൻ വാപ്പർ പ്രഷർ. ഈക്വൽ ടു എന്ത് കിട്ടി? x2. അപ്പോൾ റിലേറ്റീവ് ലോവറിംഗ് ഇൻ വാപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ട്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രോപ്പർട്ടി. അതായത് മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെയാണ്. Therefore it is a colligative property. അങ്ങനെയാണ് നമ്മൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണെന്ന് പ്രൂവ് ചെയ്യുക. റിലേറ്റീവ് ലോവറിംഗ് ഇൻ വാപ്പർ പ്രഷർ ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ് എന്ന് പ്രൂവ് ചെയ്യുക എന്ന് പരീക്ഷ ചോദിച്ചാൽ, അല്ലെങ്കിൽ റിലേറ്റീവ് ലോവറിംഗ് ഇൻ വാപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ടിന് തുല്യമാണ് എന്ന് തെളിയിക്കുക, ഡിറൈവ് ചെയ്യുക എന്ന് ചോദിച്ചാലൊക്കെ നിങ്ങൾ ഈ ഇക്വേഷൻ ഇതുപോലെ ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്നിട്ട് താഴെ പറയുക മോൾ ഫ്രാക്ഷനെയാണ് റിലേറ്റീവ് ലോവറിംഗ് ഇൻ വാപ്പർ പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. മോൾ ഫ്രാക്ഷൻ ഡിപ്പെൻസ്
ഓൺലി ഓൺ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ അല്ലേ. x2 എന്ന് പറയുമ്പോൾ എന്താണ് മോൾ ഫ്രാക്ഷന്റെ ഫോർമുല? n2/n1 + n2. അതിൽ നമ്പർ ഓഫ് മോൾസ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനും ഡിപ്പെൻഡ് ചെയ്യാണ്. x2 ഡിപ്പെൻഡ് ചെയ്യുന്നത്, മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ടിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. ഇൻഡിപെൻഡന്റ് ഓഫ് ദി നാച്ചർ ഡിപ്പെൻഡ് ഏത് താരാണ് ഏത് സാധനമാണ് അത് എന്ത് സാധനമാണെന്ന് നോക്കുന്നേ ഇല്ല. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് എ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, ഇപ്പോൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്നാൽ എന്ത്? 4 തരത്തിലുള്ള കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഏതൊക്കെയാണ്? റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ട് എന്ന് തെളിയിക്കുക, അല്ലെങ്കിൽ റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണെന്ന് തെളിയിക്കുക. 4 ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്തത് ഹൗ വി ക്യാൻ ഫൈൻഡ് ഔട്ട് മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് ഫ്രം ദിസ് റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ എക്സ്പ്രഷൻ. ഈ റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ എക്സ്പ്രഷനിൽ നിന്ന് എങ്ങനെയാണ് മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടെത്തുക? അതാണ് ഇനി പറയാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആ ഡെറിവേഷനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ തൊട്ട് മുമ്പേ കിട്ടിയ ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കാം. എന്താ ഇക്വേഷൻ? P01 മൈനസ് P1 ഡിവൈഡ് ബൈ P01 ഈക്വൽ ടു x2. പിന്നെ നീ x2 മാറ്റൂ, n2/n1 + n2. എന്താ n2? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പറഞ്ഞാൽ വെയിറ്റ് ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസ്, മാസ് ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസ്, അല്ലെ ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ് എന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്പർ ഓഫ് മോൾസിന് W/m എന്നാണ് ഞാൻ എടുക്കുന്നത്. W എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഈക്വൽ ടു മാസ് അല്ലേ. അപ്പോൾ n2 പറഞ്ഞാൽ W2/m2 ഡിവൈഡഡ് ബൈ W1/m1 പ്ലസ് W2/m2. ശരിയല്ലേ? യെസ്. ഇനി ഡിനോമിനേറ്റർ ഭാഗം നോക്കുക. അവിടെ W1 ഡിവൈഡ് ബൈ m1 പ്ലസ് W2/m2 ആണ് എടുത്തിരിക്കുന്നത്. ഇത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഓഫ് ഡയലൂട്ട് സൊല്യൂഷൻ എന്ന് തുടക്കത്തിൽ പറഞ്ഞു ഡെഫിനിഷൻ. ദീസ് ആർ പ്രോപ്പർട്ടീസ് ഓഫ് ഡയലൂട്ട് സൊല്യൂഷൻ വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് നോട്ട് അപ്പോൺ ദെയർ നാച്ചർ എന്ന് നമ്മൾ പഠിപ്പിച്ചില്ലേ? യെസ്. അപ്പോൾ ഡയലൂട്ട് സൊല്യൂഷൻ ആണെങ്കിൽ സൊല്യൂട്ടിന്റെ എമൗണ്ട് വളരെ കുറവാണെങ്കിൽ ഇറ്റ് ഈസ് നെഗ്ലിജിബിൾ. കടലിൽ കൊണ്ടുപോയിട്ട് 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ കടലിൽ പോയിട്ട് ഒരു തുള്ളി റെഡ് കളർ അങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് മൊത്തം റെഡിഷ് ആവും? ഇല്ലല്ലോ. അത്രയും സോൾവെന്റ് എമൗണ്ട് കൂടുതലാണ്. അപ്പോൾ സോൾവെന്റ് എമൗണ്ട് വളരെ കൂടുതലാണെങ്കിൽ ഒരുപാട് വെള്ളം എടുത്തിട്ട് അതിനകത്ത് 1 സ്പൂൺ പഞ്ചസാര ഇട്ടാൽ മധുരേ ഉണ്ടാവില്ല അല്ലേ. വീട്ടിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾ വീട്ടിൽ അമ്മയോട് പറയാമല്ലോ, ചായ ഒരുപാട് ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ ചായ വെച്ചിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടാൽ മധുരേ ഇല്ല എന്ന് പറയാറില്ലേ? യെസ്. അപ്പോൾ സൊല്യൂട്ടിന്റെ എമൗണ്ട് സോൾവെന്റിനെ അപേക്ഷിച്ച് വളരെ വളരെ കുറവാണെങ്കിൽ നമുക്ക് സൊല്യൂട്ട് ഇട്ടിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഡിനോമിനേറ്റർ ഭാഗത്ത് നിന്ന് ഞാൻ എന്ത് കട്ടിയാണ്? W2/m2 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 എന്ന് എടുക്കുകയാണ്. അത് 0 എന്ന് എടുത്തു. നെഗ്ലിജിബിൾ, വെരി 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 ലെസ് ദാൻ 1 എന്ന് കൊടുത്തു. അപ്പം നമുക്ക് എന്ത് മാത്രമേ ഡിനോമിനേറ്റർ ഉണ്ടാവുള്ളൂ? W1/m1 എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് എന്ത് എക്സ്പ്രഷൻ കിട്ടി? റൈറ്റ് ഹാൻഡ് സൈഡ് ഭാഗം മാത്രം പറയൂ. W2/m2 ഡിവൈഡഡ് ബൈ W1/m1. ഇനി അതിനൊന്ന് തിരിച്ചിട്ട് ഗുണിക്കും. അപ്പം എന്ത് വരും? റൈറ്റ് ഹാൻഡ് സൈഡ് മാത്രം W2 ഇൻറ്റു m1 ഡിവൈഡഡ് ബൈ m2 ഇൻറ്റു W2. ക്ലിയർ? ഇനി നിങ്ങളുടെ LHS സൈഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കൂ. അവിടെ എന്താണ്? അവിടെ നേരത്തെ പറഞ്ഞ റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ ഉണ്ട്. P01 മൈനസ് P/P01 ഉണ്ട്. ശരിയല്ലേ? എങ്കിൽ മൊത്തം എക്സ്പ്രഷൻ പറയൂ. P01 മൈനസ് P1 ഡിവൈഡ് ബൈ P01 ഈക്വൽ ടു W2 m1 ഡിവൈഡഡ് ബൈ m2 W1. ഇനി ആ m2 എന്ന് പറഞ്ഞതാണ് എന്ത്? മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട്. ആ m2നെ നിങ്ങൾ എവിടത്തേക്ക് കൊണ്ടുവരിക? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മുകളിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ എന്ന് പറയുന്ന ഭാഗം താഴോട്ട് പോകും. അപ്പോൾ m2 ഈക്വൽ ടു എന്ത് വരും? m2 ഈക്വൽ ടു W2 m1 ഡിവൈഡഡ് ബൈ അവിടെ ബാക്കിയുള്ളത് ആരാണ്? W1 ഇൻറ്റു ഈ താഴോട്ട് പോയ സാധനം P01 മൈനസ് P/P01. This is the expression for finding molecular mass of solute. If we know pure vapor pressure of the solvent, vapor pressure of the solution and all other data. നമുക്ക് പ്യുവർ വേപ്പർ പ്രഷർ സോൾവെന്റിന്റെയും ആ നെറ്റ് സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ അറിയുകയാണെങ്കിൽ മോളിക്കുലാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് കണ്ടുപിടിക്കാം. മോളിക്കുലാർ മാസ് ഓഫ് ദ സോൾവെന്റും വെയിറ്റ് ഓഫ് ദ സോൾവെന്റും വെയിറ്റ് ഓഫ് ദ സൊല്യൂട്ട് ഒക്കെ തന്നാൽ നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോകാം.
എന്താണ് ചോദ്യം? ചോദ്യം ഞാൻ വായിക്കാം, നിങ്ങളിത് വായിച്ചു നോക്കുക. The vapor pressure of pure benzene at a certain temperature is 0.850 bar. A non-volatile, non-electrolyte solid weighing 0.5 gram when added to 39 gram benzene. Benzene molecular mass 78 gram per mole. Vapor pressure of solution is found to be 0.845 bar. What is the molecular mass of the solid substance? Solid substance in the molecular mass കണ്ടെത്തുക. ഇതാണ് പ്രോബ്ലം. ഇനി പ്രോബ്ലം തന്നിരിക്കുന്ന ഡാറ്റകൾ നമുക്ക് മാത്രമായിട്ടൊന്ന് എഴുതി നോക്കാം. എന്തൊക്കെ ഡാറ്റയാണ് തന്നതെന്ന് താഴെയായിട്ട് എഴുതാം. ഒന്നാമത്തത് എന്താണ്? ഒന്നാമത്തത് വാപ്പർ പ്രഷർ ഓഫ് പ്യുവർ ബെൻസീൻ. അപ്പോൾ അതെന്താണ്? P01 0.850 അല്ലേ? പിന്നെ നമുക്ക് സൊല്യൂഷന്റെ വാപ്പർ പ്രഷർ എഴുതാം. സൊല്യൂഷന്റെ വാപ്പർ പ്രഷർ അവസാനം കൊടുത്തിട്ടുണ്ട് 0.845 എന്ന് പറഞ്ഞത് എന്താണ്? പി അല്ലേ? പി അല്ലെങ്കിൽ P1 രണ്ടും എടുക്കാം. P1 ആയാലും P ആയാലും എടുക്കാം. കാരണം സൊല്യൂഷന്റെ വാപ്പർ പ്രഷർ സോൾവെന്റ് അലോൺ മാത്രമാണെന്ന് പറഞ്ഞു. അത് 0.845 ബാർ. ഇനി മോളിക്കുലാർ മാസ് ഓഫ് സോൾവെന്റ് ബെൻസീൻ ആയതുകൊണ്ട് 78 gram per mole. വെയിറ്റ് ഓഫ് ദ ബെൻസീൻ ഈക്വൽ ടു 39 gram. ഇനിയോ വെയിറ്റ് ഓഫ് ആഡഡ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഈസ് W2 ഈക്വൽ ടു 0.5 gram. ഇപ്പോൾ W1 39 gram, W2 0.5 gram. What is the expression for molecular mass? ഇനി നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P01 മൈനസ് P ബൈ P01 ഈക്വൽ ടു W2 M1 ഡിവൈഡഡ് ബൈ M2 W1. ഓക്കെ, ഇനി 1/1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. നോക്കൂ, 0.850 P01 0.850 ആണ്. P1 അല്ലെങ്കിൽ P എന്ന് പറയുന്നത് 0.845 ആണ്. അപ്പോൾ എന്ന് കൊടുക്കാം 0.850 ബാർ മൈനസ് 0.845 ബാർ ഡിവൈഡഡ് ബൈ 0.850 ബാർ. പ്രഷറിന്റെ യൂണിറ്റ് ഇവിടെ ബാറിലാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ഹാൻഡ് സൈഡിലോ W2 M1 ഡിവൈഡ് ബൈ M2 W1 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അതിൽ M2 അറിയില്ല, ബാക്കി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.5 gram into 78 gram per mole divided by M2 into 39 gram. ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. അത് M2 നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് ബാക്കിയൊക്കെ റീഅറേഞ്ച് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്താൽ M2 ഈക്വൽ ടു 170 gram എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇപ്പോൾ മോളിക്കുലാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് ബെൻസീനിലേക്ക് ആഡ് ചെയ്ത നോൺ വോളറ്റൈൽ ആയ സബ്സ്റ്റൻസിന്റെ മോളിക്കുലാർ മാസ് 170 gram ആണെന്ന് നമ്മൾ കണ്ടെത്തി. ഓക്കെ, ഈ ഒരു പ്രോബ്ലത്തിൽ മോളിക്കുലാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് ആണ് നമ്മൾ കണ്ടെത്തിയത്. എന്നാൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് മറ്റ് പല പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ഇതിൽ M2 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇനി നിങ്ങൾ എന്താണ്, ഒരു അൺനോൺ ആയ സോൾവെന്റ് ആണ് എന്ന് തന്നിട്ട് നിങ്ങളോട് എന്ത് പറയാണ്? ആ അൺനോൺ ആയ സോൾവെന്റിന്റെ എന്ത് മോളിക്കുലാർ മാസ് കണ്ടെത്താൻ പറയുന്നു എന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ M1 കണ്ടുപിടിക്കണം. ഇനി ചിലപ്പോൾ W2 കണ്ടുപിടിക്കാൻ പറയാം, ചിലപ്പോൾ W1 കണ്ടുപിടിക്കാൻ പറയാം, ചിലപ്പോൾ P01 കണ്ടെത്താൻ പറയാം, ചിലപ്പോൾ P ടോട്ടൽ കണ്ടെത്താൻ പറയാം. ഈ പറയുന്ന ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു സാധനം അൺനോൺ ആക്കി വെച്ചുകൊണ്ട് ബാക്കി ഏത് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്ത് കണ്ടെത്താമല്ലോ. ഇപ്പോൾ M2 അൺനോൺ ആണ്, ബാക്കിയെല്ലാം അറിയുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അത് റീഅറേഞ്ച് ചെയ്ത് M2 കണ്ടുപിടിച്ചു. അതുപോലെ മറ്റ് ഡാറ്റകൾ തന്നു കഴിഞ്ഞാലും നമുക്ക് ഏതെങ്കിലും ഡാറ്റയെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ 3 സെക്ഷൻ ആയിട്ടാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിങ്ങൾ കേട്ടത്. ഒന്ന്, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്നാൽ എന്ത്, കോളിഗേറ്റീവ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ എന്തൊക്കെയാണ്. ക്ലിയർ? 4 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയും പറഞ്ഞു, ഡെഫിനിഷനും പറഞ്ഞു. 2, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ട് എന്ന് തെളിയിക്കുക. ക്ലിയർ? യെസ്. അല്ലെങ്കിൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി റിലേറ്റീവ് ലോവറിംഗ് ഒരു വേപ്പർ പ്രഷർ ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ് എന്ന് പ്രൂവ് ചെയ്യുക. അത് മോൾ ഫ്രാക്ഷൻ എന്ന് നിങ്ങൾ തെളിയിച്ചാൽ അതൊരു റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണെന്ന് പ്രൂവ് ചെയ്തു. കാരണം മോൾ ഫ്രാക്ഷൻ നമ്പർ ഓഫ് മോൾസ് സൊല്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഏത് പ്രോപ്പർട്ടി നമ്പർ ഓഫ് മോൾസ് സൊല്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണെന്ന് ഉറപ്പിച്ചു വെക്കുക. മൂന്നാമത് എങ്ങനെയാണ്? റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ തന്നു കഴിഞ്ഞാൽ മോളിക്കുലാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് എങ്ങനെ നമ്മൾ കണ്ടെത്തും? നമ്മൾ മോളിക്കുലാർ മാസ് ഓഫ് ദ സൊല്യൂട്ടിന്റെ എക്സ്പ്രഷനിലേക്ക് നമ്മൾ എത്തി. നാലാമത് നമ്മളതിൻ്റെ പ്രോബ്ലം കൂടി പറഞ്ഞിട്ടുണ്ട്. 3 കാര്യങ്ങളാണ് തിയറി ആയിട്ട് വരിക, ഒരു കാര്യം പ്രോബ്ലം ആയിട്ട് വരും.
ഓക്കെ. അപ്പോൾ നിങ്ങൾ കൂടുതൽ പ്രോബ്ലം നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ പ്രോബ്ലംസ് എങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കുക, അതൊക്കെ എഴുതി നോക്കുക. നിങ്ങൾക്ക് ഈ ക്ലാസ് വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടിയാണെങ്കിൽ ഇതിന് മുമ്പേ ഇട്ട 4 വീഡിയോയും കണ്ടിട്ട് വേപ്പർ പ്രഷറും റൗട്ട്സ് ലോവും വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷനും ഒക്കെ കൃത്യമായിട്ട് പഠിക്കുക. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ഈ ക്ലാസ് നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുപോലെ സിമ്പിളായിട്ട് ക്ലാസ് എടുക്കുന്നത് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ടാണ് ക്ലാസ് എടുക്കുന്ന പോലെ തന്നെ ആവർത്തിച്ച് പറയുന്നത്. ചില ആൾക്കാർ, ചില കുട്ടികൾ, ചില ടീച്ചേഴ്സൊക്കെ എന്നെ വിളിച്ച് പറയുണ്ടായി, യൂട്യൂബ് അല്ലേ മാഷെ, ക്ലാസ് അല്ലേ, വേണ്ടവർക്ക് വീണ്ടും ബാക്കോട്ട് പോയിട്ട് വീണ്ടും ഓടിച്ച് പിറകോട്ട് പോയിട്ട് വീണ്ടും കേൾക്കാമല്ലോ മാഷെ പറഞ്ഞ് തന്നെ പറഞ്ഞുകൊണ്ട് കണ്ടാണ്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എടുക്കുന്ന ഒരു സ്റ്റൈലാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് കുറേ സമയം എടുക്കുന്നത്. ചില കുട്ടികൾ പറഞ്ഞ് ലെങ്ത്ത് വളരെ കൂടി പോകുന്നുണ്ട്, നെറ്റ് GB ഒക്കെ പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കുറേ കുട്ടികൾ. പക്ഷേ അങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് ഒരു ആവർത്തിച്ച് പറയുമ്പോഴാണ് എനിക്കൊരു സുഖം തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഓരോ വീഡിയോ കാണുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, താഴെ ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ഇടുക. ജസ്റ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾ മൊബൈലിൽ ഫുൾ സ്ക്രീൻ ആക്കാതെ വെക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് പ്രസ് ചെയ്യാമല്ലോ. ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക. കാരണം കൂടുതൽ ലൈക്ക് വരുമ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തുകയും കൂടുതൽ കുട്ടിലേക്ക് എത്തുകയും ചെയ്യും. അതെനിക്ക് ഇഷ്ടമാണ്. കൂടുതൽ ആൾക്കാർ ഞാൻ പറഞ്ഞ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊരു സന്തോഷമല്ലേ, ഒരു സന്തോഷമുള്ള കാര്യമല്ലേ അതെ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ നോട്ടും ക്ലാസ്സും എല്ലാം നിങ്ങൾക്ക് ഒറ്റ ക്ലിക്കിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് വെബ്സൈറ്റ് www.ftacammagic.com. അതിനകത്ത് ചാപ്റ്ററിൻ്റെ പേരുണ്ട്, +1 +2 ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ട് ഞാൻ എടുക്കുന്നതനുസരിച്ച് മാത്രം, ഈ വർഷം തുടങ്ങിയതായതുകൊണ്ട് എടുക്കുന്നതനുസരിച്ച് മാത്രം ഓരോ ക്ലാസ് ഇങ്ങനെ ആഡ് ചെയ്ത് മാത്രമേ നിറയുകയുള്ളൂ. ഞാൻ ഫുൾ എടുക്കുമ്പോഴേ ഫുൾ നിറയുകയുള്ളൂ. പക്ഷെ എടുത്ത വരെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് കിട്ടും. ആ സബ്ജക്റ്റ് പോയി കഴിഞ്ഞിട്ട് ആ ടോപ്പിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ സബ് ടോപ്പിക് ഉണ്ട്. ഇത് 5ാമത്തെ സബ് ടോപ്പിക്കാണ്. അവിടെ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വീഡിയോ, ഈ കാണുന്ന വീഡിയോ നിങ്ങൾക്ക് അവിടെയും കാണാം. പിന്നെ അതിൻ്റെ നോട്ട് കിട്ടും. അതിൻ്റെ PDF ഫയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ട 5 1 വേർഡ് ചോദ്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും. അത് നിങ്ങൾക്ക് ആൻസർ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര സ്കോർ കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് നോക്കാം. പിന്നെ നിങ്ങൾ ഈ ചാപ്റ്ററിൻ്റെ മൊത്തമായിട്ടുള്ള എൻട്രൻസ് ക്വസ്റ്റ്യൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചാപ്റ്ററിനകത്ത് എന്തൊക്കെ വന്നു എന്ന് വരും. അതൊക്കെ കംപ്ലീറ്റ് ആകുമ്പോഴേ വരികയുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഇതുവരെ അടുത്തൊക്കെ വന്നിട്ടുണ്ടാവും. അങ്ങനെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭ്യമാകും. ഓക്കെ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുക. അതുപോലെ 2-3 വാട്സപ്പ് ഗ്രൂപ്പുകൾ ഞാൻ ഫോം ചെയ്തിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിന് 3ാമത്തെ വാട്സപ്പ് ഗ്രൂപ്പും കൂടി ഫോം ചെയ്യാൻ പോവാണ്. അതിനകത്തേക്ക് നിങ്ങൾ ഒന്ന് ജോയിൻ ചെയ്ത് ഇരിക്കുക. കാരണം ഇനി സ്കൂൾ തുറന്ന് മുന്നോട്ട് പോകുമ്പോൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ സ്കൂളിലെ അക്കാഡമിക് കാര്യങ്ങൾ, ലാബിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ യൂട്യൂബ് ചാനൽ അല്ലാതെയും ചില സംശയങ്ങൾ ചോദിക്കാനൊക്കെ ഒരു വേദിയാണ്. അതിൽ കയറുക. ആവശ്യമുള്ളവർ മാത്രം കയറിയാൽ മതി. വെറുതെ കയറിയിട്ട് ലെഫ്റ്റ് അടിക്കുകയും കുറേ കമൻറ്റുകൾ ഇടാനൊന്നും പാടില്ല. അത് ഞാനിടുന്ന ഗ്രൂപ്പ് മാത്രമാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു നല്ലൊരു കെമിസ്ട്രി റിലേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ എല്ലാവരും അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും ഇതിൻ്റെ അടുത്ത കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്നതിലേക്ക് വരുന്നത് വരെ നമസ്കാരം. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കാണുക, എല്ലാവരും നോട്ട് തയ്യാറാക്കുക, എല്ലാവരും പഠിക്കുക. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ.